ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ വരികയാണെങ്കിൽ കൽപ്പഞ്ചേരി ആദവനാട് വില്ലേജ് ഓഫീസുകൾ ഹൈടെക് വില്ലേജുകൾ ഓഫീസുകളായി മാറ്റും എന്ന് പറയാം. 2, വെട്ടിച്ചിറയിലെ ആട്ടോ സ്റ്റാൻഡ് ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ആട്ടോ സ്റ്റാൻഡ് നിർമ്മിക്കണമെന്നാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ആട്ടോ ഓടിക്കുന്ന സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും MLA ഫണ്ട് ഉപയോഗിച്ച് ഈ ആദവനാട് ഉള്ള ആട്ടോ തൊഴിലാളികൾക്ക് ഷെഡ് നിർമ്മിക്കുന്ന കാര്യത്തിൽ മുൻഗണനയായി തന്നെ അത് ചെയ്യും എന്ന് പറയാം. മറ്റൊരു ആവശ്യം കരിപ്പോൾ വെട്ടിച്ചിറ ടോൾ ബൂത്തുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ടോൾ ബൂത്തും അതിൻ്റെ പരിസരത്തുള്ള ആളുകൾക്കും കൂടി ടോള് വന്നതെന്നും അവിടെ നടക്കാൻ പോലും സ്ഥലമില്ല എന്നൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ഒന്നിച്ച് മറുപടി പറയാം എന്നുള്ളത് കൊണ്ടാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാത് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നാഷണൽ ഹൈവേയുമായി ചർച്ച ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ എല്ലാ പരാതികളും പരിഹരിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കാൻ ആ പ്രദേശത്തുള്ള MP-ക്കും ആ പ്രദേശത്തുള്ള MLA-ക്കുമാണത് ചെയ്യേണ്ടത്. അവർക്കാണ് അതിൻ്റെ ചുമതല എന്ന് പറയാം. കാരണം ആ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിയമസഭയിലും പാർലമെൻറ്റിലും ഉള്ളത് അവരാണ്. നാഷണൽ ഹൈവേ എന്നുള്ളത് അതിൻ്റെ സ്ഥലമെടുപ്പ് കാര്യങ്ങളും സ്ഥലം നൽകാനുള്ള പൈസയും കൊടുത്തിട്ടുള്ളത് കേരള ഗവൺമെൻറ്റാണ്. നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി നടത്തിയിട്ടുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലുള്ള പരാതികളൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പരിഹരിച്ചിട്ടുണ്ട്. ഈ ടോൾ ബൂത്തുമായി ഈ ഒരു പരാതി വരുന്നതിന് മുമ്പ് നമ്മുടെ സ്വകാര്യ ബസ് ഉടമകൾ ഇങ്ങനൊരു പരാതി ഉള്ളതായി, അവരുടെ ബസ്സുകൾക്ക് അമിതമായ ടോൾ വരുന്നതായി പറഞ്ഞിരുന്നു. അത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ആ അമിതമായ ചാർജ് ഒഴിവാക്കുന്നതിന് ഞാൻ ആ സമയത്ത് ഇടപെട്ടിരുന്നു. ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകളോട് ചോദിച്ചാൽ അറിയാം, അവരുടെ അമിത ചാർജ് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളാണ് നമ്മുടെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, അവിടുത്തെ ഫുട്പാത്ത് ജനങ്ങൾക്ക് നടക്കാൻ വിട്ടു നൽകണം. രണ്ടാമത്, ഈ ടോൾ ബൂത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് സൗജന്യ നിരക്കിലോ അല്ലെങ്കിൽ പാസ് മൂലമോ അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം കിട്ടണമെന്നുള്ളതാണ് ആവശ്യം. തീർച്ചയായും അത് ഇവിടുത്തെ ജനങ്ങൾ അർഹിക്കുന്നൊരു കാര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുമായി ഇവിടുത്തെ നാട്ടുകാരുമായി ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. അവരൊരു പ്രതിനിധി സംഘം അവർ രൂപീകരിക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി അവർ ചർച്ച നടത്തിയിരുന്നു. തീർച്ചയായും ആ കാര്യങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാൻ MLA എന്ന രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് ചെയ്യാനും കഴിയും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. തീർച്ചയായും അതിലേക്ക് മഹാന്മാരായ ആളുകളുടെ സ്മാരകവുമായി ബന്ധപ്പെട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള നടപടികൾ, അതൊരു സംശയവും വേണ്ട, അത് നമ്മൾ ചെയ്തിരിക്കും എന്നാണ് പറയാനുള്ളത്.